അറിയപ്പെടുന്നത് കൃത്യം 4:30 തന്നെ പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കും. അതിനു മുമ്പ് കവിത തീർന്നില്ല എങ്കിൽ ആ സമയത്തിന് ശേഷമായിരിക്കും ഉണ്ടായിരിക്കുക. ജയമാൻ സാറിന് ട്രെയിനിൽ മടങ്ങേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ആ സമയം കൃത്യത നോക്കുന്നത്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. രാവണി മാഷ്, സെബാസ്റ്റ്യൻ മാഷ്, ജയകുമാർ സിംഗർ എല്ലാവരോടും ഒത്തിരി സന്തോഷം. അങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിന് സെബാസ്റ്റ്യൻ മാഷിനും സുനിൽ മാഷ് സജസ്റ്റ് ചെയ്തിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ മാഷിൻ്റെ പാട്ടുകളാണ് എനിക്കും ഒത്തിരി ഇഷ്ടമുള്ളതും ഞാൻ കുറേ കേട്ടിട്ടുള്ളതും എപ്പോഴും പാടാറുള്ളതൊക്കെ പാട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഏറ്റവും ഇഷ്ടമുള്ള കുറേ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്, പാടാറുണ്ട്. അതിലൊരു ഇഷ്ടമുള്ള വരികളുടെ പാട്ട് ആദ്യം പാടട്ടെ. രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം രാവേറെയായി പിരിയാനരുതാതൊരു നോവിൻ രാപ്പാടികൾ ചൂടാത്തൊരാ പൂമ്പീലികളാൽ കൂടുന്നു കൂട്ടിയല്ലോ ജന്മങ്ങളീ വീണയിൽ നീട്ടുമീണം മൂളുന്നൊരാ കാറ്റുകൾ. നന്ദി. ഒരു ചെറിയ നീപ്പമരങ്ങൾ എന്ന് പറഞ്ഞൊരു കാവ്യസമാഹാരത്തിലെ ഒരു ചെറിയ ഗതികവിതയും കൂടെ പറഞ്ഞു. ഇരുളിലെ ഇരുൾ രൂപങ്ങൾ, ഓർമ്മകൾ, ഇരുളിലെ നിഴൽ രൂപികൾ. ആരാണവർ? ഓർമ്മയില്ല. തമോഗർത്തത്തിൽ എന്താണ് തിരയേണ്ടത്? അറിയില്ല. എന്താണ് അറിയാനുള്ളത്? അറിയില്ല. അറിയില്ലെന്നും അറിയില്ല. മറന്നു. മറന്നതെന്തെന്നും മറന്നു. മറന്നെന്നും മറന്നു. ഇരുളിലിഴുകിയ ഇരുൾ രൂപങ്ങൾ, ഉടലില്ലാത്ത ഇല്ലായ്മകൾ. മറന്നതൊന്നും മടങ്ങി വരില്ല, മരിച്ചവർ തിരിച്ചു വരാത്തതുപോലെ. നന്ദി. നന്ദി സന്ദീപ് ചാലി. അടുത്ത കവിത ശ്രീമതി മീന അരവിന്ദ് അവതരിപ്പിക്കും. സ്നേഹാദരം കൂടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രായത്തിലും ഇത്രയും വലിയൊരു വ്യക്തിയുടെ 4 വരി കവിത പാടാൻ വേണ്ടി സാധിച്ചതിൻ്റെ എല്ലാവരോടും നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ നീ അറിഞ്ഞോ എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പറയൂ നിനക്കെൻ്റെ ഹൃദയത്തിനുള്ളിലെ കഥയൊക്കെ എങ്ങനെ അറിയാം? പറയൂ നിനക്കെൻ്റെ ഹൃദയത്തിനുള്ളിലെ കഥയൊക്കെ എങ്ങനെ അറിയാം? ആരോടും ഇതുവരെ പറയാത്ത കഥകളുടെ സൂക്ഷ്മങ്ങളെങ്ങനെ അറിയാം? സൂക്ഷ്മങ്ങളെങ്ങനെ അറിയാം? മഴ പെയ്തു തോരാത്ത നേരത്തുമെന്നുള്ളിൽ പടരുന്ന വെയിലു നീ കണ്ടോ? പടരുന്ന വെയിലു നീ കണ്ടോ? മനസ്സിൻ്റെ വിടവുകൾക്കുള്ളിൽ നിന്നൂറുന്ന നീർച്ചോലയും നീ അറിഞ്ഞോ? നീർച്ചോലയും നീ അറിഞ്ഞോ? ചിരികളുടെ മത്താപ്പു കത്തുന്ന രാത്രിയിലെ എൻ്റെ ഉൾക്കണ്ണീരു കണ്ടോ? എൻ്റെ ഉൾക്കണ്ണീരു
കണ്ണീരു കണ്ടോ. എന്നെ ഈ മറവിയുടെ കാട്ടിലെറിഞ്ഞവരെ ഞാൻ മറന്നില്ലെന്നറിഞ്ഞോ, ഞാൻ മറന്നില്ലെന്നറിഞ്ഞോ. ഞാനായി നീയറിയുന്നൊരു ഞാനല്ല ഞാനെന്ന സത്യമറിഞ്ഞോ, ഞാനെന്ന സത്യമറിഞ്ഞോ. നിന്റെ ദുഃഖങ്ങളിൽ അലിയുന്നതില്ലെൻ്റെ മനസ്സെന്നതും നീ അറിഞ്ഞോ, മനസ്സെന്നതും നീ അറിഞ്ഞോ. സ്വന്തം ദുഃഖങ്ങളെ നട്ടിത്തുടയ്ക്കുന്ന ജന്തുജന്മത്തെ അറിഞ്ഞോ, സ്വന്തം ദുഃഖങ്ങളെ നട്ടിത്തുടയ്ക്കുന്ന ജന്തുജന്മത്തെ അറിഞ്ഞോ, ജന്തുജന്മത്തെ അറിഞ്ഞോ. നന്ദി. നന്ദി ശ്രീമതി മീന അരവിന്ദ്. അടുത്ത കവിത അവതരിപ്പിക്കുന്നത് ശ്രീ വിനോദ് എടത്തിരിഞ്ഞു. ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുക. ജയകുമാർ സാറിൻ്റെ മുന്നിലും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കവിതയേക്കാൾ പരിചയമുള്ളത് പാട്ടായതുകൊണ്ട് നാലുവരി. സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണപ്പൂക്കളുറങ്ങിയില്ല, പൊയ്പോയ നാളിൻ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജന ദ്യുതി മങ്ങിയില്ല. സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണ പൂക്കളുറങ്ങിയില്ല. മാഷിയുടെ വരിക വരിക സഹചര്യ എന്നതും കവിതയാണ്. സത്യം പറയുന്നതിൽ ഒരു വിഷമമില്ല. മാഷിയുടെ കവിത ആദ്യമായിട്ട് കവിതയായിട്ട് കാണുകയാണ്. പാട്ട് ഇഷ്ടമല്ല കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. വരിക വരിക സഹചര്യം, വഴി കാണാൻ കഴിയുന്നില്ല അല്ലേ, വഴി കാണാൻ കഴിയുന്നില്ല അല്ലേ. അതിനർത്ഥം വഴിയില്ല എന്നല്ല, കാഴ്ച മങ്ങിയെന്നേ ഉള്ളൂ, കാഴ്ച മങ്ങിയെന്നേ ഉള്ളൂ. ആകാശം കറുത്തിരുണ്ടിരിക്കുന്നു, അതിനർത്ഥം ചന്ദ്രനും സൂര്യനുമെല്ലാം അണഞ്ഞുപോയെന്നല്ല, അതിനർത്ഥം ചന്ദ്രനും സൂര്യനുമെല്ലാം അണഞ്ഞുപോയെന്നല്ല. നമ്മുടെ കണ്ണിൽ കരിമ്പാട പടർന്നേ ഉള്ളൂ, കരിമ്പാട പടർന്നേ ഉള്ളൂ. നാം കെട്ടി ഉയർത്തിയ മതിലുകൾ വെളിച്ചത്തെ തടവിലാക്കിയെന്നേ ഉള്ളൂ. ഇവിടെ ആരും കരയുന്നതോ ചിരിക്കുന്നതോ കേൾക്കുന്നില്ല അല്ലേ, ഇവിടെ ആരും കരയുന്നതോ ചിരിക്കുന്നതോ കേൾക്കുന്നില്ല അല്ലേ. അതിനർത്ഥം വികാരങ്ങൾ മരവിച്ചു പോയെന്നല്ല, വികാരങ്ങൾ മരവിച്ചു പോയെന്നല്ല, നമ്മുടെ ചെവികൾ ചീഞ്ഞു പോയെന്നേ ഉള്ളൂ, നമ്മുടെ ചെവികൾ ചീഞ്ഞു പോയെന്നേ ഉള്ളൂ. നിരത്തിൽ ആരെയും കാണുന്നില്ല അല്ലേ, നിരത്തിൽ ആരെയും കാണുന്നില്ല അല്ലേ. അതിനർത്ഥം എല്ലാവരും സുരക്ഷിത ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു എന്നല്ല. അലയുന്ന നരഭോജിയെ ഭയന്ന് ഭവനമാളങ്ങളിൽ കഴിയുന്നു എന്നേയുള്ളൂ, ഭവനമാളങ്ങളിൽ കഴിയുന്നു എന്നേയുള്ളൂ. ഇവിടെ ആരും ഉറങ്ങുന്നില്ല അല്ലേ, ഇവിടെ ആരും ഉറങ്ങുന്നില്ല അല്ലേ. അതിനർത്ഥം ആർക്കും ഉറക്കം വരുന്നില്ല എന്നല്ല. ഭയത്തിൻ്റെ കടവാതിൽ വന്ന് ചിറകടിച്ച് ഉറക്കം കെടുത്തുന്നു എന്നേയുള്ളൂ,
ഭയത്തിൻ്റെ കടവാതിൽ വന്ന് ചിറകടിച്ച് ഉറക്കം കെടുത്തുന്നു എന്നേയുള്ളൂ. ഉറക്കത്തിനും ഉറക്കമില്ലായ്മയ്ക്കുമിടയിലുള്ള പാറയിടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണവർ. പാറയിടുക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണവർ. ഇവിടെയാകെ ഞരമ്പുകളെ തളർത്തുന്ന കോടമഞ്ഞാണ്. ഇവിടെയാകെ ഞരമ്പുകളെ തളർത്തുന്ന കോടമഞ്ഞാണ്. രക്തം കട്ട പിടിക്കുന്ന ഭയത്തിൻ്റെ വിഷമഞ്ഞ്. രക്തം കട്ട പിടിക്കുന്ന ഭയത്തിൻ്റെ വിഷമഞ്ഞ്. സഹചരെ, കാര്യങ്ങൾ മോശമാണ്. സഹചരെ, കാര്യങ്ങൾ മോശമാണ്. അന്തരീക്ഷം വഷളാണ്. അന്തരീക്ഷം വഷളാണ്. വരിക വരിക സഹചരെ, വരിക വരിക സഹചരെ, വരിക സഹന സമരമായി. ഇരുൾ പടർന്ന വഴിയിലൂടെ കരളുറച്ചു പോക നാം. ഇരുൾ പടർന്ന വഴിയിലൂടെ കരളുറച്ചു പോക നാം. ഈ നിശബ്ദരാവിലൂടെ കൈകൾ കോർത്തു പോക നാം. ഈ നിശബ്ദരാവിലൂടെ കൈകൾ കോർത്തു പോക നാം. താങ്ക് യു. നന്ദി ശ്രീ വിനോദ് എടലഞ്ഞി. അടുത്ത രണ്ട് കവികൾ വാച്ചിൽ നോക്കിക്കൊണ്ട് കവിത അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൃത്യം 4 മണിക്ക് തന്നെ നമ്മൾ കവിതയുടെ ചർച്ച ആരംഭിക്കും. ഇത് 6 മണിക്ക് സമാപിക്കുകയും ചെയ്യും. ഇവിടെ വന്നിട്ടുള്ളവരും തന്നെ പോയിക്കളയരുത്. 6 മണിക്ക് തന്നെ നമ്മുടെ ഈ സമ്മേളനം, ഈ പരിപാടികളെല്ലാം അവസാനിക്കും. അടുത്ത കവിതയ്ക്കായി ശ്രീമതി സരിത ഏതോരി ക്ഷണിക്കാം. കവിത ഇതിൻ്റെ രക്തവും മാംസവും. വാതായനങ്ങൾ തുറന്നിട്ട വാക്കുകൾ, ആകാശമരികിലെന്നറിയിച്ച വാക്കുകൾ, തീയുള്ളിലണയാതെ സൂക്ഷിച്ച വാക്കുകൾ, കേൾക്കുവാൻ തേൻ പോലെ സുഖമുള്ള വാക്കുകൾ. വാരിക്കുഴികൾക്കു കാവലിരിപ്പവർ ചിതകൂട്ടി സ്വയമതിൽ എരിയുന്ന വാക്കുകൾ, പ്രച്ഛന്ന വേഷമാർന്നലയുന്ന വാക്കുകൾ, കൊക്കയിൽ തല്ലിച്ചതച്ചിട്ടുവെങ്കിലും വാഗമരങ്ങളായുയിരിട്ട വാക്കുകൾ. ചിറകരിഞ്ഞെങ്കിലും കണ്ണടയും മുമ്പ് പരമാർത്ഥമെന്തെന്നു പറയുവാൻ മാത്രം കിതച്ചു കിടക്കുന്ന കൂറുള്ള വാക്കുകൾ. മാലാഖമാരായകത്തു വന്നെത്തിയ വാക്കുകൾ, രാത്രിയിൽ രാക്ഷസരൂപികൾ, സ്നേഹിതരെന്നു നിരൂപിച്ച വാക്കുകൾ, പാഷാണഭോജ്യം വിളമ്പിത്തരുന്നവൻ. വാളുമൂരിപ്പിടിച്ചു പാഞ്ഞെത്തിയ വാക്കുകൾ, വ്യർത്ഥജന്മങ്ങൾ, ചാവേറുകൾ, നരബലി പണ്ടേ നടന്ന കളങ്ങളിൽ കുരുതിയായി ചെന്നു പതിക്കുന്നു വാക്കുകൾ. ഭൂമി തുളഞ്ഞു പതുങ്ങിയിരിക്കയാണൊരുപാടു പേടിച്ച കൊതി പൂണ്ട വാക്കുകൾ. അറിയണം നട്ടെല്ലു വളയാത്ത വാക്കിൻ്റെ മുതുകത്തു ചിഹ്നം പതിഞ്ഞിരിക്കുന്നതും. രക്തക്കരാറുകൾ പൂർത്തിയാകുന്നതും, രക്ഷകർ കൂടിയും ഒറ്റുകാരാവതും, അഗ്നി വിശുദ്ധമാം വാക്കിന്നു പണ്ടേ വിധിച്ചതാണസ്ത്രവും കല്ലും കുരിശുകാഗോളവും. വാക്കിൻ്റെ വിത്തു മുളയ്ക്കാത്ത ഭൂമിയിൽ വിളയുമോ പ്രണയവും ആലിംഗനങ്ങളും. ഈ വാക്ക് സത്യം, ഇതാണെൻ്റെ മാംസം, ഇതാണെൻ്റെ രക്തം, ഇതു നക്ഷത്ര സാക്ഷ്യം. ഈ
വാക്കിലുണ്ടെന്റെ ഹൃദയം വിലാപവും ഇത്ര നാൾ നീട്ടിയ കാമമന്ത്രങ്ങളും. ഈ വാക്കിലുണ്ടെന്റെ ഹൃദയം വിലാപവും ഇത്ര നാൾ നീട്ടിയ കാമമന്ത്രങ്ങളും. നന്ദി ശ്രീമതി സരിത കൈതൊള്ള. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ഇതിൻ്റെ അവസാനത്തെ കവിതയാണ് ശ്രീ സുഭാഷ് പൊന്നോളി. അപ്പോൾ നമ്മുടെ കവിതാലാപനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തത് ജയമൻ സാറിൻ്റെ 20 ലോക കവിതകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ്. ആ പ്രകാശനത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി ജയമാൻ സാർ തന്നെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഇതിനെ മോഡറേറ്ററായി കവിശിഖയുടെ ചെയർമാനും കവിയുമായ ശ്രീ ജയറാം ബാബു. ഇതിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ മിനി പ്രസാദ് ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ ശ്രീരാവണി, ഡോക്ടർ അജിതൻ മേനോത്ത്, ഡോക്ടർ ഋഷേഷ് പി വി, അഗസ്റ്റിൻ കുട്ടനല്ലൂർ. നന്ദി അർപ്പിക്കുന്ന ശ്രീമതി സുഭാഷിണി മഹാദേവൻ.